ഇന്നത്തെ വലിയ വാർത്തയിലേക്ക്. കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ വിവാദമായ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പരസ്യമായി തള്ളിപ്പറഞ്ഞതോടെ EP ജയരാജൻ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് തുടരുമോ എന്നതാണ് ഇന്നുയർന്ന ചോദ്യം. വാർത്തയുടെ ഗൗരവം തിരിച്ചറിഞ്ഞ് സംഘടനാ ചട്ടങ്ങൾക്കപ്പുറം പരസ്യശാസനയ്ക്ക് പിണറായി ഒരുങ്ങിയത് വരാനിരിക്കുന്ന പാർട്ടിയുടെ കടുത്ത നടപടിയുടെ സൂചനയാണോ? യാത്രക്കിടെ വീട്ടിലെത്തി ചായ കുടിച്ചു പിരിഞ്ഞു എന്ന EP-യുടെ വിശദീകരണം പാർട്ടി അണികൾക്കെങ്കിലും ബോധ്യപ്പെട്ടോ? ദല്ലാൽ നന്ദകുമാറിനൊപ്പം കൂടിയതും ജാവദേക്കറിനെ കണ്ടതും നടക്കാതെ പോയ ഡീലിന്റെ ഗൂഢാലോചനയാണോ? പ്രതിപക്ഷം ആരോപിക്കും പോലെ CM-ന്റെ ദൂതനായോ EP-യുടെ കൂടിക്കാഴ്ച? ദേശാഭിമാനി ബോണ്ട് വിഷയം മുതൽ വൈദേകം റിസോർട്ട് വിവാദമടക്കം EP ചെന്നുപെട്ട പ്രതിസന്ധികളിൽ ആഴമേറിയതോ ഈ കൂടിക്കാഴ്ച വിവാദം? ഇന്നത്തെ ചോദ്യം ഇതാണ്: EP-ക്കെതിരെ കടുപ്പിക്കുമോ? മകന്റെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ വെച്ച് പ്രകാശ് ജാവദേക്കറെ കണ്ടെന്നാണ് ഇന്നലെ പോളിംഗ് ദിനത്തിൽ EP ജയരാജൻ തുറന്ന് സമ്മതിച്ചത്. പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയാകുമെന്നാണ് ജയരാജന് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. CPM നേതാക്കളും അത് ഏറ്റുപിടിച്ചു. തള്ളിപ്പറഞ്ഞിട്ട് കാര്യമില്ല, മുഖ്യമന്ത്രിയും ഉത്തരവാദിയാണ് കൂടിക്കാഴ്ചയ്ക്കെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചത്. നേതാക്കളുടെ പ്രതികരണം കാണാം നമുക്കാദ്യം. ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ എൻ്റെ മകൻ്റെ കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാൻ പോയത്. ഞാനവിടെ പോലും വളരെ കുറവാണ്. കണ്ടപ്പോൾ തന്നെ ഇത് എനിക്ക് തോന്നി ജാവദേക്കറല്ലേ. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതമായി. അപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ വന്നപ്പോൾ ഇറങ്ങിപ്പോകുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ വളരെ സന്തോഷപൂർവ്വം നമസ്കാരം പറഞ്ഞു. എന്താ വന്നു വെച്ചാൽ ഞങ്ങൾ ഇതിലേക്ക് കൂടി പോവുകയായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഒന്ന് കാണാം. ഇതാണ് ഞാനുമായി അദ്ദേഹവുമായി സംസാരിച്ചിട്ടുള്ള കാര്യം. അദ്ദേഹം രാഷ്ട്രീയ കാര്യങ്ങൾ സംസാരിക്കാൻ ഞാൻ പറഞ്ഞു, അത് ഞാനുമായിട്ട് വേണ്ട, നിങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്കൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇറങ്ങുകയാണ്, നിങ്ങളൊരു കാര്യം ഇവിടെ ഇരുന്ന് ചായയൊക്കെ കഴിച്ചിട്ട് പോയാൽ അപ്പോൾ വല്ല ഞങ്ങൾ ഇറങ്ങുകയാണ്. ഇതിൽ സഖാവ് ജയരാജൻ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ജാഗ്രത കാണിക്കാറില്ല എന്നത് നേരത്തെ തന്നെ ഉള്ള ഒരു അനുഭവമാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, പാപിയുടെ കൂടെ ശിവൻ കൂടിയാൽ ശിവനും പാപിയായിടുന്നു. ഈ കൂട്ടുകെട്ടിൽ എപ്പോഴും ശ്രദ്ധിക്കണം. സഖാവ് പിണറായി ഇന്ന് പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ടൊരു മുന്നറിയിപ്പാണ്. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രചാരവേലക്ക് എല്ലാ ആയുധവും ഉപയോഗിക്കും. അതിന് മുഖ്യമന്ത്രി പറഞ്ഞത് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. അപ്പുറത്തേക്ക് ഇപ്പൊന്നും ഞാൻ പറയുന്നില്ല. പാർട്ടിയിൽ കൂടുതൽ ഘടകത്തിൽ ചർച്ച ചെയ്യട്ടെ. പക്ഷെ ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞിടത്താണ് നിൽക്കുന്നത്. വളരെ നിഷ്കളങ്കമായിട്ട് ആരെങ്കിലുമായിട്ട് കൂടിക്കാഴ്ചക്ക് പോകാൻ പാടില്ല. മുഖ്യമന്ത്രി അറിയാതെ ശ്രീ ജയരാജൻ ഇങ്ങനൊരു കൂടിക്കാഴ്ച നടത്തില്ല. അപ്പോൾ ഇതിലെ ഒന്നാമത്തെ പ്രതി പിണറായി വിജയൻ തന്നെയാണ്. SNC ലാവ്ലിൻ കേസും അതുപോലെ മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മെസ്സഞ്ചറായിട്ടാണോ EP പോയി പ്രകാശ് ജാവദേക്കറും തമ്മിൽ സംസാരിച്ചത്? എന്നിട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ ഒഴിഞ്ഞുമാറുകയാണ്, കൂട്ടുപ്രതിയെ ഒറ്റിക്കൊടുക്കുകയാണ്. ഉത്തര മലബാറുകാരായതുകൊണ്ട് വടക്കമ്പാടിൽ ഒരു ഈരടിയുണ്ട്. കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ. അതാണ് കുറച്ചുകൂടി ചേരുന്ന ഈരടി. BJP-യുമായിട്ടൊരു അവീത ബന്ധത്തിന് കൃത്യമായ ധാരണക്ക് കളമൊരുക്കുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. അത് വെളിച്ചത്ത് വന്നപ്പോൾ ഇപ്പൊ ജയരാജൻ പ്രതിയായി, ജയരാജൻ ബലിയാടായി. പക്ഷെ ജയരാജൻ മാത്രം ഒതുങ്ങുന്നതാണോ ഈ BJP ബാന്ധവം CPM-ന്റെ? എങ്ങനെ മുഖ്യമന്ത്രി കൊഴിഞ്ഞു മാറാൻ പറ്റും? എങ്ങനെ BJP കൊഴിഞ്ഞു മാറാൻ പറ്റും? ഇതൊക്കെയായിരുന്നു ആ പ്രതികരണങ്ങൾ. ഇതാദ്യമായല്ല EP പാർട്ടിയെയും മുന്നണിയെയും വെട്ടിലാക്കുന്നത്. ദേശാഭിമാനി ജനറൽ മാനേജരായപ്പോഴുള്ള ബോണ്ട് വിവാദം മുതൽ റിസോർട്ട് വിവാദം വരെയും ഒടുവിൽ ആക്കുളം ഫ്ളാറ്റിലെ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച വരെയും EP-യുടെ പേരിലുണ്ട് ഒരു ഡസനോളം ജാഗ്രതാ കുറവുകൾ. ഞങ്ങളുടെ സീനിയർ ന്യൂസ് എഡിറ്റർ ശ്രീജിത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ദല്ലാൽ നന്ദകുമാറിന്റെ മധ്യസ്ഥതയിൽ BJP നേതാവ് പ്രകാശ് ജാവദേക്കറിനെ കണ്ട LDF കൺവീനർ EP ജയരാജന് ജാഗ്രതക്കുറവ് സംഭവിച്ചുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം CPIM-ൽ പുതിയ ചർച്ചയാകുന്നു. പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യും മുൻപ് കേന്ദ്ര കമ്മിറ്റി അംഗത്തെ പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പരസ്യമായി ശാസിച്ചത് വാർത്തയുടെ ആഘാതശേഷി തിരിച്ചറിഞ്ഞാണ്. ലോട്ടറി രാജാവ് സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് ബോണ്ട് വാങ്ങിയതു മുതൽ ഏറ്റവും ഒടുവിൽ റിസോർട്ട് വിവാദം വരെ പാർട്ടി ജാഗ്രതക്കുറവ് കണ്ടെത്തിയ വിഷയങ്ങൾ അനവധിയാണ്. വിഷയ വൈവിധ്യം കണ്ടാൽ ജാഗ്രതക്കുറവ് വരുത്തുന്നതിൽ ജയരാജന് പ്രത്യേക ജാഗ്രതയുണ്ടോ എന്ന് തോന്നിപ്പോകും. ദീർഘകാലം പാർട്ടി മുഖപത്രത്തിന്റെ ജനറൽ മാനേജരായിരുന്ന EP ജയരാജന് രാഷ്ട്രീയത്തിൽ എന്ന പോലെ സംരംഭകത്വത്തിലും നല്ല പ്രാവീണ്യമുണ്ട്. ഈ സഞ്ചാരത്തിനിടയിൽ അദ്ദേഹം ചെന്നുപെടാത്ത വിവാദങ്ങളില്ല.
മിക്കവാറും വിവാദങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ജാഗ്രതക്കുറവ് സംഭവിച്ചുവെന്ന് പാർട്ടി വിലയിരുത്തിയിട്ടുമുണ്ട്. എന്നിട്ടും ഇപിക്കെതിരെ പാർട്ടി അച്ചടക്ക നടപടിയുടെ വാളോങ്ങിയില്ല. ലോട്ടറി രാജാവ് എന്നറിയപ്പെടുന്ന സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് 2 കോടി രൂപ ബോണ്ടായി വാങ്ങിയതാണ് ജാഗ്രതക്കുറവ് വെളിപ്പെട്ട ആദ്യ സംഭവം. ഡിമാൻഡ് ഡ്രാഫ്റ്റായി വാങ്ങിയ 2 കോടിയുടെ തെളിവ് സഹിതം ഒരു ദിനപത്രം വാർത്ത പ്രസിദ്ധപ്പെടുത്തിയപ്പോഴാണ് ജാഗ്രതക്കുറവ് നിരീക്ഷിച്ച് ജയരാജനെ രക്ഷപ്പെടുത്തിയത്. അതുകൊണ്ടും തീർന്നില്ല ജയരാജന്റെ ജാഗ്രതക്കുറവുകൾ. വിഭാഗീയതയെ ഉച്ചാടനം ചെയ്ത് കേരളത്തിലെ പാർട്ടിയെ ശുദ്ധീകരിക്കാൻ ചേർന്ന പാലക്കാട് പ്ലീനത്തിന്റെ സമാപന ദിവസം പാർട്ടി മുഖപത്രത്തിൽ വിവാദ വ്യവസായി VM രാധാകൃഷ്ണന്റെ പരസ്യം പ്രസിദ്ധപ്പെടുത്തിയപ്പോഴായിരുന്നു 2ാം ജാഗ്രതക്കുറവ്. അപ്പോഴും ജാഗ്രതയില്ലായ്മയെ പഴിച്ച് പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായി വിജയൻ ജയരാജനെ സംരക്ഷിച്ചു. എന്നാൽ അതുകൊണ്ടും തീർന്നില്ല ഇപിയുടെ ജാഗ്രതയില്ലാത്ത ഇടപാടുകൾ. ദേശാഭിമാനിയുടെ തലസ്ഥാനത്തെ സ്ഥലം VM രാധാകൃഷ്ണന് വിറ്റുകൊണ്ട് അടുത്ത ജാഗ്രതക്കുറവിനുള്ള അരങ്ങൊരുക്കി. അപ്പോഴും ജാഗ്രതയില്ലായ്മയെ പഴിക്കാനേ പാർട്ടി നേതൃത്വത്തിനാകുമായിരുന്നുള്ളൂ. പിന്നീട് അല്പകാലം ജാഗ്രതക്കുറവിന് ഇടവേളയായിരുന്നു. എന്നാൽ മന്ത്രിയായതോടെ പഴയ ശീലം മടങ്ങി വന്നു. ഭാര്യയുടെ സഹോദരിയും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ PK ശ്രീമതിയുടെ മകനെ പൊതുമേഖലാ സ്ഥാപന MD ആക്കി. ബന്ധുനിയമനം പുറത്തു വന്നതോടെ പാർട്ടി പിന്നെയും ജാഗ്രതക്കുറവിൽ അഭയം തേടി. എങ്കിലും കേന്ദ്ര നേതൃത്വം ഇടപെട്ടതോടെ മന്ത്രിസ്ഥാനം പോയി. കൊടിയേരിയുടെ നിര്യാണത്തിന് ശേഷം ആഗ്രഹിച്ച സംസ്ഥാന സെക്രട്ടറി സ്ഥാനം കിട്ടാതെ വന്നപ്പോൾ പിണങ്ങി പാർട്ടി കമ്മിറ്റികളിൽ വരാതിരുന്നു. പുതിയ സെക്രട്ടറി MV ഗോവിന്ദന്റെ ജാഥയിലേക്ക് തിരിഞ്ഞു നോക്കാതെ മാറി നിന്നു. ഇതിലെല്ലാം അവിടെവിടെ ജാഗ്രതക്കുറവുണ്ടായിരുന്നുവെങ്കിലും ആരും മിണ്ടിയില്ല. വൈദേകം റിസോർട്ടിന്റെ പേരിൽ വിവാദം വന്നപ്പോഴും ജാഗ്രതയില്ലായ്മ കണ്ടവരുണ്ട്. ഇപ്പോൾ ദല്ലാളിന്റെ മധ്യസ്ഥതയിൽ പ്രകാശ് ജാവദേക്കറെ കണ്ടതിന്റെ അപകടം മണത്താണ് നേരത്തെ തന്നെ ജാഗ്രതക്കുറവുണ്ടായി എന്ന് മുഖ്യമന്ത്രി പരസ്യമാക്കിയത്. നിരന്തരം ജാഗ്രതക്കുറവ് പറ്റാൻ ഇപിയുടെ ജീവിതം പിന്നെയും ബാക്കി. ചോദ്യം ഇതാണ്: ഇക്കുറി ജാഗ്രതക്കുറവിന് ഇപി വലിയ വില നൽകേണ്ടി വരുമോ? നമുക്കൊപ്പം അതിഥികളായി അഡ്വക്കേറ്റ് PA പ്രജി, ഇടത് നിരീക്ഷകൻ, അഡ്വക്കേറ്റ് ജയസൂര്യൻ BJP പ്രതിനിധി, കോൺഗ്രസ് പ്രതിനിധി റിജിൽ മാക്കുറ്റി എന്നിവർ ചേരുന്നു. ആദ്യം അഡ്വക്കേറ്റ് PA പ്രജിയിലേക്ക്. അഡ്വക്കേറ്റ് PA പ്രജി, പാപിയോടൊപ്പം ചേർന്ന ശിവനും പാപിയായി തീർന്നുവെങ്കിൽ പാപിയായ ശിവനെ ഇനി ഇടതുമുന്നണി കൺവീനറായി എത്ര കാലം കൊണ്ടുപോകാൻ സാധിക്കുമെന്ന ചോദ്യം പ്രസക്തമല്ലേ? അതേ സംബന്ധിച്ച് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള മുഖ്യമന്ത്രി വളരെ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, ആ പാപിയെ എത്ര നാൾ കൊണ്ടുപോകണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് CPM ആണ്, CPMന്റെ ഘടകങ്ങളാണ്. അതിനകത്ത് പാപമുണ്ടോ എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കപ്പെടേണ്ടത്. ഈ പറയുന്ന കഥയിൽ ഈ കഥ പുറത്തുവിട്ട ശ്രീമതി ശോഭാ സുരേന്ദ്രന്റെ, അല്ലെങ്കിൽ ഈ അരുണിന്റെ ചർച്ചയിൽ തന്നെ ഒരിക്കൽ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു, മുളകിട്ട മത്തിക്കറിയാണ് എൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു. അതുപോലെ തെരഞ്ഞെടുപ്പിന്റെ അന്ന് രാവിലെ ശോഭാ സുരേന്ദ്രനാണല്ലോ ഈ സ്പെഷ്യൽ കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് വെക്കുന്നത്. ദല്ലാൽ നന്ദകുമാറിനോടൊപ്പം സൗഹൃദം പങ്കിട്ട് കേരളത്തിന്റെ പ്രഭാരിയായിട്ടുള്ള ജാവേദ്കറുമായി കൂടിക്കാഴ്ച നടത്തി എന്ന് ശോഭാ സുരേന്ദ്രന്റെ സ്വാധീനത്തിൽ കൂടിക്കാഴ്ച നടത്തി എന്ന് ഉള്ള ആരോപണം മുളകിട്ട മത്തിക്കറി ഇഷ്ടപ്പെടുന്ന ശോഭാ സുരേന്ദ്രൻ പറയുമ്പോൾ തീർച്ചയായും ഡോക്ടർ അരുണിനെ പോലെ നല്ല ഓർമ്മശക്തിയുള്ള സീനിയർ ആയിട്ടുള്ളൊരു മാധ്യമ പ്രവർത്തകൻ 2023 ജൂലൈ മാസം 8-ാം തീയതി News 18 ചാനലിന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ അപർണയ്ക്ക് കൊടുത്തൊരു ഇന്റർവ്യൂ ഓർക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ ഇന്റർവ്യൂവിൽ കരഞ്ഞ് കണ്ണീരും കനവുമായി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ വാക്കുകളുണ്ട്. എന്തായിരുന്നു ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്? മറ്റു പാർട്ടിക്കാരെ കൊണ്ട് അപമാനിപ്പിക്കുന്ന നിലയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി പോയിരിക്കുന്നു. ഞാൻ എന്തു വേണം? തലമൊട്ടയടിക്കണമോ? നിരാഹാരം കിടക്കണമോ? ഉള്ളിൽ കരഞ്ഞുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. BJPയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഒരു ഇമെയിൽ അയക്കുന്നതിന് പകരം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അങ്ങ് ഡൽഹിയിൽ പോയി എന്നെക്കുറിച്ച് പരാതി കൊടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് BJP നേതൃത്വത്തിനെതിരെ കരഞ്ഞ് കണ്ണീരും കൈയുമായി നിന്ന ശോഭാ സുരേന്ദ്രനാണോ 2023 കാലയളവിൽ LDFന്റെ കൺവീനറെ BJPയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള നയപരിപാടികൾ രൂപീകരിക്കുന്നത്? ഈ പറയുന്ന കാലയളവിൽ 2023 ജൂലൈ മാസം 8-ാം തീയതി ശ്രീമതി ശോഭാ സുരേന്ദ്രൻ
ആ ഇന്റർവ്യൂ കൊടുക്കുമ്പോ ആ ഇന്റർവ്യൂവിൽ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എന്താണ്? കഴിഞ്ഞ 1.5 വർഷക്കാലമായി ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കാൻ പോലും BJPയുടെ നേതൃത്വം എന്നെ അനുവദിക്കുന്നില്ല. ശ്രീമാൻ അമിത്ഷാ തൃശ്ശൂരിൽ വന്നപ്പോ ആ സ്റ്റേജിൽ ഇരിക്കാനുള്ള അവസരം പോലും എനിക്ക് തന്നില്ല. അത് ചോദിക്കാൻ ശ്രീമാൻ അമിത്ഷാജി പോലും തയ്യാറായില്ല. ആ തരത്തിൽ ഞാൻ BJPയിൽ അതിശക്തമായ അവഗണന നേരിട്ട് കൊണ്ടിരിക്കുന്നു എന്ന് എത്രയോ തവണ ഡോക്ടർ അരുണിന്റെ ഇന്റർവ്യൂവിൽ അടക്കം, റിപ്പോർട്ടറിലെ ഇന്റർവ്യൂവിൽ അടക്കം കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ കേരളത്തിലെ സമുന്നതനായിട്ടുള്ള നേതാവായിട്ടുള്ള EP ജയരാജനെ BJPയിലേക്ക് കൊണ്ടുപോകാനുള്ള കുടപിടിക്കുകയും അതിന് മധ്യവർത്തിയായി ഈ പ്രവർത്തിക്കാൻ ഈ ദല്ലാൽ നന്ദകുമാറിനോടൊപ്പമുള്ള ശേഷി പോലും ഇല്ലാതിരുന്ന ആദ്യം അന്ന് ശോഭാ സുരേന്ദ്രൻ ചെയ്യേണ്ടിയിരുന്നത് അവർക്ക് BJPയിലുള്ള നില ഒന്ന് ഭദ്രമാക്കുകയായിരുന്നു. ആ കാലഘട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ആ കാലഘട്ടത്തിലാണോ LDFന്റെ കൺവീനറെ അങ്ങോട്ട് ഫ്ളാറ്റിൽ ഈ കേരളത്തിന്റെ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ വന്നു എന്ന് സമ്മതിച്ചത് LDF കൺവീനറായ EP ജയരാജനാണ്. കൊച്ചുമകന്റെ പിറന്നാളിന് ചായ കുടിക്കാൻ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ വന്നു എന്ന് പറഞ്ഞാൽ അഡ്വക്കേറ്റ് പ്രിജിക്ക് വിശ്വാസം വന്നിട്ടുണ്ടോ? കൊച്ചുമകന്റെ ജന്മദിനത്തിന് ചായ കുടിക്കാൻ പ്രഭാരി വന്നു എന്ന് EP ജയരാജൻ എങ്ങും പറഞ്ഞതായി ഡോക്ടർ അരുൺ ഞാൻ കേട്ടില്ല. അന്നത്തെ ദിവസം കൊച്ചുമകന്റെ ജന്മദിനമായിരുന്നു. അതുകൊണ്ട് സഖാവ് EP ജയരാജൻ അതാ പെട്ടെന്ന് വാതിൽ തുറന്നപ്പോൾ മുറ്റത്തൊരു മൈന എന്നൊക്കെ പറയുന്നത് പോലെ അതാ പെട്ടെന്ന് ഞാൻ വാതിൽ തുറക്കുന്നു, വാതിൽ തുറന്നപ്പോൾ അതാ പ്രഭാരിയായിരിക്കുന്ന പ്രകാശ് ജാവദേക്കർ. അപ്പോൾ എനിക്ക് തോന്നി ഇത് പ്രകാശ് ജാവദേക്കർ അല്ലേ, ഞാൻ പ്രകാശ് ജാവദേക്കറിനെ ക്ഷണിക്കുന്നു. പ്രകാശ് ജാവദേക്കർ കൈസഹയോ അങ്ങ് എന്ന് ചോദിക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് ചായ കൊടുക്കുന്നു. രാഷ്ട്രീയ കാര്യം ചർച്ച ചെയ്യാൻ വരുന്ന സമയത്ത് അതെന്നോട് ചർച്ച ചെയ്യേണ്ട എന്ന് പറയുന്നു. അദ്ദേഹം മടങ്ങിപ്പോകുന്നു. ഇതൊരു അസാധാരണമായ കൂടിക്കാഴ്ചയല്ലേ? കേരളത്തിലെ LDF കൺവീനർ, കേന്ദ്ര കമ്മിറ്റി അംഗം, കേന്ദ്രമന്ത്രിയായിരുന്ന കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള പ്രഭാരിയുമായി നടത്തിയ കൂടിക്കാഴ്ചയെ ഒരു ചായ സൽക്കാരമായി കണക്കാക്കാൻ പറ്റുമോ? അല്ല അരുൺ പറഞ്ഞ മുറ്റത്തൊരു മൈന ചായ കുടിക്കാനാണ് വന്നതെന്നല്ല EP ജയരാജൻ പറഞ്ഞത്. ഈ സഖാവ് EP ജയരാജൻ പറഞ്ഞത് എന്താ? വന്നു, ഞാൻ പോയത് ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ടാണ്. അല്ലാതെ ഈ വാതിൽ മുട്ടി നോക്കിയപ്പോ മുറ്റത്തിരുന്ന മൈന എനിക്ക് ചായ തരുമോ എന്ന് ചോദിച്ചെന്നല്ല EP ജയരാജൻ പറഞ്ഞത്. അതൊക്കെ അങ്ങയുടെ ഭാവനാസമ്പന്നമായ മനോഹരമായിട്ടുള്ള വർണ്ണനകളാണ്. ആ വർണ്ണനകൾ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന്റെ യഥാർത്ഥ സംഭവം അദ്ദേഹം നരേറ്റ് ചെയ്തത് എങ്ങനെയാണ്? ഈ പറയുന്ന പ്രഭാരി അവിടെ വന്നു, ജാവദേക്കർ വന്നപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് രാഷ്ട്രീയം സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ പുറത്തേക്ക് പോവുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞു എന്നല്ലേ EP ജയരാജൻ പറയുന്നത്. അതിന് നമ്മൾ വർണ്ണ തൊങ്ങലുകൾ തുന്നിപ്പിടിപ്പിച്ച് EP ജയരാജൻ ഒന്നാകെ ഒരു കുഴപ്പക്കാരനാണ് എന്നുള്ള നിലയിലേക്ക് പോകുമ്പോഴാണ് ഇത് പുറത്തേക്ക് വിട്ടു എന്നുള്ള നിലയിൽ കഴിഞ്ഞ 2 ദിവസമായി പുറത്തുവിട്ട ഈ ചർച്ച ചെയ്യുന്നില്ല LDF കൺവീനർ EP ജയരാജൻ എന്ന് അങ്ങയുടെ വാദത്തിന് വേണ്ടി ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അപ്പോഴും ആ വിവരം ബന്ധപ്പെട്ട പാർട്ടി ഘടകത്തിൽ LDF കൺവീനർ പറയേണ്ടതല്ലേ അഡ്വക്കേറ്റ് പ്രിജി? ബന്ധപ്പെട്ട പാർട്ടി ഘടകത്തിൽ സഖാവ് EP ജയരാജൻ അത് അറിയിച്ചില്ല എന്നുള്ളതിനെ കുറിച്ചാണ് CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള കേരളത്തിന്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ഒരു പഴഞ്ചൊല്ലോട് കൂടിയുള്ള ഉപമ ഉദ്ധരിച്ചിട്ടുള്ളത്. ആ ഉപമയിൽ ആ പഴഞ്ചൊല്ലിൽ അങ്ങ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമില്ലേ? തീർച്ചയായും ഈ തരത്തിലുള്ള ആളുകളുമായി കൂട്ടുകൂടുമ്പോ തീർച്ചയായും സൂക്ഷ്മത പാലിക്കണം. അദ്ദേഹത്തിനെ പോലെ ഒരു വലിയ വിപ്ലവകാരിയായ മനുഷ്യൻ, നിരവധി ത്യാഗസമ്പന്നമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മനുഷ്യൻ. മുഖ്യമന്ത്രി പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറിനെ കുറിച്ചല്ല, അതാണ് VD സതീശൻ ചൂണ്ടിക്കാണിച്ചത്. പ്രകാശ് ജാവദേക്കറിനെ അല്ല വിമർശിച്ചിരിക്കുന്നത്, കുറിച്ചാണ്. പ്രകാശ് ജാവദേക്കറുമായുള്ള കൂട്ടുകെട്ടിനെ കുറിച്ചോ കാഴ്ചയെക്കുറിച്ചോ അതിനെ ലഘൂകരിച്ചാണ് കാണുന്നത്. താങ്കൾ കാണുന്നത് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച ആണോ അപകടകരം, അതല്ല ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണോ? രണ്ടും ഇടതുമുന്നണി കൺവീനർ എന്ന നിലയിൽ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന നിലപാടാണോ പ്രിജിക്ക്? തീർച്ചയായിട്ടും അത് കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടി അദ്ദേഹം പ്രവർത്തിക്കണമായിരുന്നു. അദ്ദേഹം പാർട്ടിയെ അത് അറിയിക്കേണ്ട ഗൗരവമുള്ള വിഷയമാണെങ്കിൽ തീർച്ചയായും മലയാളത്തിലെ ഡിക്ഷണറിയിൽ ഇല്ലായിരുന്നെങ്കിൽ ഈ CPM എന്ത് ചെയ്യുമായിരുന്നു? പാർട്ടിക്കുള്ളിൽ ഏതെങ്കിലും തരത്തിൽ പാർട്ടി പ്രവർത്തകയ്ക്കെതിരെ ആക്രമണം വന്നാൽ ജാഗ്രത കുറവ്,
തുടർച്ചയായിട്ട് EP ജയരാജൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന വിധത്തിൽ വന്നാൽ ജാഗ്രത കുറവ്, പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറുമായി ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ച് ചായ കുടിച്ചാൽ ജാഗ്രത കുറവ്. ജാഗ്രത കുറവിൻ്റെ ഒരു പരമ്പരയാണല്ലോ ഈ പാർട്ടിയിൽ സംഭവിക്കുന്നത്. ആ വാക്കുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ പിടിച്ചു നിൽക്കാം. പക്ഷേ അതൊരു കേവലം ജാഗ്രത കുറവ് മാത്രമാണോ? കൈക്കുകുത്തിയാൽ താമര വിരിയുമെന്ന് പറഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കോൺഗ്രസിനെ ആക്ഷേപിച്ച CPM-ന് തെരഞ്ഞെടുപ്പ് ദിവസം കിട്ടിയ അടിയല്ലേ അത്? ഒരിക്കലുമല്ല അരുൺ ഈ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് അരുണിന്റെ റിപ്പോർട്ടർ ആ റിപ്പോർട്ട് അവസാനിപ്പിച്ച ഒരു വാക്കുണ്ട്. ഇനിയും ഇത് ഏറ്റുവാങ്ങാൻ EP ജയരാജൻ ബാക്കി. എന്താണ് EP ജയരാജൻ എന്ന് പറയുന്ന മഹാനായ സംഘടനാ പ്രവർത്തകൻ, ഒരു വലിയ പാർട്ടി പ്രവർത്തകൻ. അദ്ദേഹം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള നേതൃത്വപരമായിട്ടുള്ള സംഘടനാ പാടവങ്ങളെയും അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗങ്ങളെയും ഈ പാർട്ടിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളെയും ഒന്നടങ്കം തൃണവൽഗണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ശിരച്ഛേദം ചെയ്ത് കളയണം എന്നുള്ളതാണോ അങ്ങയുടെ ഈ ചർച്ചയുടെ ആകത്തുക? അതാണോ അങ്ങയുടെ ചർച്ചയുടെ മുഖപുസ്തകത്തിൽ തുടക്കത്തിൽ ജീവിതം ബാക്കിയോ എന്ന് ചോദിക്കുന്നത്? പാർട്ടി പ്രവർത്തകരെയും ഈ ബീനച്ചൂടിനെ വെല്ലുന്ന പ്രചരണത്തിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത പാർട്ടി പ്രവർത്തകരെയും സംശയത്തിന്റെയും ആശങ്കയുടെയും പ്രതിരോധത്തിന്റെയും ഒക്കെ മറയിൽ നിർത്തിയില്ലേ EP ജയരാജൻ? അതിന് പാർട്ടിയോട് ഒരു മറുപടി പറയണ്ടേ? പാർട്ടിയോട് EP ജയരാജൻ CPM-ന്റെ പാർട്ടി പ്രവർത്തകർക്ക് ചോദ്യമാണ്. നമുക്ക് അത്ര ലഘൂകരിച്ച് കളയാൻ കഴിയില്ല. പ്രജി, ഞാൻ വരാം. താങ്കൾക്കുള്ള രണ്ടാമത്തെ വാദം. താങ്കൾ രണ്ട് വാദങ്ങളും എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നൊരു നല്ല ഡിഫൻസ് ആണ്. ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് റിജിൽ മാക്കുറ്റിയിലേക്ക് കൂടി പോയി. റിജിൽ മാക്കുറ്റി, നോക്കൂ, താങ്കളുടെ വീടിന്റെ പരിസരത്തു കൂടിയാണ് കേരളത്തിലെ പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ, അതല്ലെങ്കിൽ വേണ്ട സാക്ഷാൽ അമിത്ഷാ തന്നെ സഞ്ചരിക്കുന്നതിരിക്കട്ടെ. അപ്പോൾ താങ്കൾ റിജിൽ മാക്കുട്ടിയാണ്. താങ്കൾ വളരെ ആവേശത്തോടു കൂടി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ഒരു യുവ കോൺഗ്രസ് നേതാവാണ്. താങ്കളുടെ മകളുടെയോ മകന്റെയോ ഒക്കെ ഒരു ചായ സൽക്കാരം നടക്കുന്ന സമയത്ത് വീട്ടിലേക്ക് അമിത്ഷാ വന്നാൽ താങ്കൾ എന്ത് ചെയ്യും? സ്വാഭാവികമായും ഒരു ചായ കൊടുക്കും. ചായ കൊടുത്തതിന് ശേഷം താങ്കളോട് രാഷ്ട്രീയം സംസാരിക്കാൻ ആവശ്യപ്പെട്ടാൽ താങ്കൾ പറയും, ഞാനിപ്പോൾ താങ്കളുമായി രാഷ്ട്രീയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് എനിക്ക് മീറ്റിംഗ് ഉണ്ട്, ഞാൻ പോകുന്നു. അദ്ദേഹം സ്വാഭാവികമായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതിനെ പിന്നീട് ചിത്രീകരിച്ച് നിങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയാണെന്നും ഡീലാണെന്നും ഒക്കെ വ്യാഖ്യാനിക്കാൻ കഴിയുമോ? ഒരു ചായ കൊടുത്തതിലാണോ റിജിൽ മാക്കുറ്റി ഇത്ര വലിയ ചർച്ച? ശ്രീ അരുൺ, ഏതായാലും ഞാനൊരു BJP നേതാവിന് ചായ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഞാൻ BJP രാഷ്ട്രീയത്തോട് ഒരു കാരണവശാലും സന്ധി ചെയ്ത ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ അവർക്ക് ചായ കൊടുത്തുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്നേഹബന്ധം അവർ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആദ്യമേ പറയട്ടെ. ഇപ്പോൾ രാഷ്ട്രീയ കേരളം കൗതുകത്തോടെ കാത്തു നിൽക്കുന്ന രണ്ട് ചോദ്യമാണ്. ഒന്ന്, CPM-ന്റെ ചിഹ്നം പോകുമോ അതോ ചിറ്റപ്പൻ പോകുമോ എന്നുള്ള ചോദ്യമാണ്. ആ ചോദ്യത്തിലേക്കാണ് ഈ ചർച്ച എത്തിയിരിക്കുന്നത്. ഈ കേരളത്തിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ 40-45 ദിവസക്കാലം അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്തരത്തിലുള്ള ചർച്ചകളിൽ ഇത്തരത്തിലുള്ള വാക്കുകളും അതൊന്നും ശരിയായ രീതികളും ശരിയായ ചർച്ചയുടെ സ്വഭാവവുമല്ല. ജയരാജനെ കുറിച്ചാണ് ഈ ചർച്ചയെങ്കിൽ പിൻവലിക്കണം. ഒരു സാമാന്യമായ മര്യാദ കാണിക്കട്ടെ. നേതാക്കന്മാരെ, എത്രയോ നേതാക്കന്മാരെ എന്തെല്ലാം ഇരട്ട പേരിട്ട് വിളിക്കാൻ എനിക്ക് കഴിയും. എത്രയോ നേതാക്കന്മാരെ എന്തെല്ലാം ഇരട്ട പേരിട്ട് ഈ ചർച്ചയിൽ ഞാൻ താങ്കളുടെ ഇടയിൽ കയറി സംസാരിച്ചിട്ടില്ല. ചിറ്റപ്പനെന്ന് വിളിക്കുന്നതിനകത്ത് പ്രശ്നമില്ല, പക്ഷേ അത് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ പിൻവലിക്കണം എന്നതാണ് പ്രജി ആവശ്യപ്പെടുന്ന റിജിൽ മാക്കുറ്റി. അത് റിജിൽ മാക്കുറ്റിക്ക് വിട്ടു നൽകുന്നു. അത് റിജിൽ മാക്കുറ്റിയുടേതാണ്, എന്റെ നിലപാടല്ല. ശ്രീ അരുണേ, ഞാൻ പറയട്ടെ. ഇപ്പം അദ്ദേഹം ഇടയ്ക്ക് കയറി സംസാരിച്ചു. ഇപ്പോൾ പരനാറി എന്നും നിഷ്ഠജീവി എന്നൊക്കെ ഈ നാട്ടിലെ ജനങ്ങളെ വിളിക്കുന്ന ഒരു മുഖ്യമന്ത്രി ഇവിടെ നാട്ടിൽ ചിറ്റപ്പൻ എന്ന് വിളിക്കുമ്പോൾ ഇത് ഭയങ്കരമായ ഒരു മാനക്കേടാണെന്ന് പറയുമ്പോൾ ചിറ്റപ്പൻ നാട്ടിലെ ജനങ്ങൾക്ക് അറിയാം. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞ വാക്ക് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം, ഇതിനകത്ത്
എന്റെ ചിറ്റപ്പനൊന്നുമല്ല. കേരളത്തിൽ ചിറ്റപ്പൻ എങ്ങനെയാണ് ചിറ്റപ്പൻ പേര് വന്നത്? മന്ത്രിയായിരിക്കുമ്പോൾ ബന്ധുവിന് നിയമനം കൊടുത്തപ്പോഴാണ് ചിറ്റപ്പൻ. കേരളത്തിൽ ഈ ഒരു ചിറ്റപ്പനേ ഉള്ളൂ. ചിറ്റപ്പന്റെ സ്നേഹം, ഉദാരമായ സ്നേഹത്തിന്റെ ഭാഗമായിട്ടാണല്ലോ ജോലി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ ചോക്ലേറ്റ് ബോയ് എന്ന് വിളിക്കുന്ന ആളുകളില്ലേ, ജോഡോ മോൻ എന്ന് പറയുന്ന ആളുകളില്ലേ, എത്രയോ പേരുകൾ കേരളത്തിന്റെ രാഷ്ട്രീയ പരിപ്രേക്ഷ്യത്തിൽ ഉയർന്നു വരുന്നു. കോൺഗ്രസിന്റെ നേതാക്കന്മാരെ അതൊക്കെ തന്നെ ഈ ചർച്ചയിൽ വന്നിരുന്നു പറയുന്നത് ഒരു സാമാന്യമായ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം. ഒരു സാമാന്യമായ നിലവാരത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യണം. താങ്കൾ മിണ്ടാടുക്കാൻ പറഞ്ഞ താങ്കൾ കുറെ സമയം സംസാരിക്കുന്നത്. താങ്കളുടെ ഇടയിൽ ഞാൻ സംസാരിച്ചില്ല. സൗകര്യമില്ല മിണ്ടാതിരിക്കാൻ. ഞാൻ മിണ്ടാനാണ് ഈ ചർച്ചയിൽ കൊണ്ടും അത് പരിഹാസ രൂപേണ ഒരു രാഷ്ട്രീയ നേതാവിനെ പ്രതിപക്ഷം വിളിക്കുന്ന പേരായിട്ട് റിജിൽ മാക്കുറ്റി കണക്കാക്കുന്നുണ്ട്. റിജിൽ മാക്കുറ്റി വിളിച്ചോട്ടെ. പക്ഷേ ഈ ചാനലിന്റെ പ്രതിനിധി എന്ന നിലയിൽ എനിക്കത് വിളിക്കാൻ കഴിയില്ല. ഞാൻ ആ വാക്കിന് ഓൺ ചെയ്യുന്നതുമില്ല. അത് റിജിൽ മാക്കുറ്റിക്ക് വിട്ടു നൽകുന്നു. താങ്കളുടെ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തി. ശരി, റിജിൽ മാക്കുറ്റി തുടർന്നോളൂ. അതെ, ഞാൻ പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ 40-45 ദിവസക്കാലം കേരളത്തിലെ മുഖ്യമന്ത്രി തൊട്ട് ഇങ്ങ് താഴെത്തുള്ള ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെ കോൺഗ്രസിനെതിരായി ഉന്നയിച്ച ആരോപണമാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP എന്തിനാണ് വോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് ഒറ്റ ക്യാമ്പയിനായിരുന്നു. ആ ക്യാമ്പയിൻ്റെ ഒടുവിലാണ് ഈ ഇടതുപക്ഷത്തിൻ്റെ CPM നെഞ്ഞരപ്പല നോക്കിയിട്ടാണ് EP ജയരാജൻ പറഞ്ഞത്, എൻ്റെ വീട്ടിൽ ആര് വന്നിട്ടുണ്ട്? BJPയുടെ സംഘടനാ ചാർജ് വഹിക്കുന്ന പ്രഭാരിയായിട്ടുള്ള ജാവേദ്കർ വന്നിട്ടുണ്ട്, ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ശ്രീ അരുണെ, അദ്ദേഹം അവിടെ പോകണമെങ്കിൽ ഈ EP ജയരാജൻ്റെ കുടുംബവുമായും EP ജയരാജനുമായി ഒരു ബന്ധവുമില്ലാതെ അതുവഴി യാത്ര ചെയ്യുമ്പോൾ ആ വീട്ടിൽ കയറി ഫ്ലാറ്റിൽ കയറി മകന്റെ ബർത്ത്ഡേ ഉണ്ട് അറിഞ്ഞ് പോകുന്നതാണോ? അങ്ങനെ പ്രസിഡന്റ് ഇപ്പോൾ ഈ കാര്യം പുറത്തു വിടുമ്പോ മറ്റു തെളിവുകളൊന്നും നമ്മുടെ മുന്നിലില്ല. ഇപ്പോ ഷാഹിക്ക് കാവൽ നിൽക്കാൻ ഞാൻ പോയിട്ടുണ്ടോ എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞതിനും അപ്പുറത്തേക്ക് മറ്റൊരു തെളിവും ഇല്ല എന്ന് പറയുന്നത് പോലെയല്ലേ ഇത്? അതുമായി ബന്ധപ്പെട്ട് ശ്രീ അരുണെ, അദ്ദേഹം പറഞ്ഞ സാഹചര്യം അവിടെ, അദ്ദേഹം അന്ന് സംഘടനാ കോൺഗ്രസിനകത്ത് RSS CPM ഒക്കെ ഒന്നിച്ച് മത്സരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം അത്തരം ഒരു നിലപാട് പറഞ്ഞത്. അത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് പറഞ്ഞ കാര്യമെല്ലാം നമുക്കറിയാം. രണ്ടാമത്തെ ഒരു കാര്യം അതിന്റെ പേരിലാണല്ലോ നിങ്ങൾ അദ്ദേഹത്തെ ചാപ്പ കുത്തിയത്. സുധാകരൻ RSSലേക്ക് പോകുന്നു. സുധാകരൻ ഇന്നും കോൺഗ്രസ്സായി മത്സരിക്കുന്നു, അതേ കോൺഗ്രസ്സായി നിൽക്കുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എൻ്റെ പട്ടി പോലും പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് കൃത്യമായ ക്ലാരിറ്റി ഉണ്ട്. അദ്ദേഹം ഒരു ജാവേദ്കറേയും കണ്ടിട്ടില്ല, ഒരു BJP നേതാവ് ചർച്ച നടത്തിയിട്ടില്ല. EP ജയരാജൻ ഇവരാണല്ലോ കോൺഗ്രസ്സുകാർക്ക് ചാപ്പ കുത്തുന്നത്. കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചാപ്പ കുത്തുന്ന ആരാ? ഇവരല്ലേ, CPM അല്ലേ? ആ CPMന്റെ ഉന്നതനായ LDFന്റെ കൺവീനർ, കേന്ദ്ര കമ്മിറ്റി അംഗം, ഒരു ഉളുപ്പുമില്ലാതെ ഈ BJP നേതാവുമായി കൂടിക്കാഴ്ച നടത്തണമെങ്കിൽ അതിന്റെ പിന്നിൽ രാഷ്ട്രീയം എന്താണ് എന്ന് ചർച്ച ചെയ്യപ്പെടണ്ടേ? ഈ കേരളത്തിലല്ലേ CPMന്റെ LDFന്റെ കൺവീനറും കേന്ദ്ര കമ്മിറ്റി അംഗവും ബിസിനസ് പാർട്ണർഷിപ്പ് ആരുടെ കൂടെയാ? രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJPയുടെ കാൻഡിഡേറ്റും കേന്ദ്രമന്ത്രിയുമായ. മാത്രമല്ല ഈ കേരളത്തിനകത്ത് കളമശ്ശേരിയിൽ ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ ഇതുപോലെ വർഗീയ ഭ്രാന്ത് പുലമ്പിയ ഒരു വർഗീയവാദിയുമായി കുടുംബപരമായി ബിസിനസ് ബന്ധം ഉള്ളത് ആർക്ക്? EP ജയരാജനല്ലേ? അപ്പൊ BJP നേതാക്കന്മാരുമായും കുടുംബവുമായി ബിസിനസ് ഏർപ്പെടാം, BJPയുടെ പ്രഭാരിയുമായി വീട്ടിനകത്ത് മകന്റെ പിറന്നാൾ ആഘോഷിക്കാം. എന്താണ് മറുപടി പ്രജിയാണ് പറയേണ്ടത്. എനിക്ക് അഡ്വക്കേറ്റ് ജയസൂര്യയിലേക്ക് കൂടി പോകണം. അതിനു മുൻപ് ഒരു ചെറിയ ഇടവേള വേണം. നമ്മൾ ചർച്ച ചെയ്യുന്നത് EP ജയരാജന് ഇനി എത്ര കാലം ഇടതുമുന്നണി കൺവീനറായി തുടരാൻ കഴിയും എന്നുള്ളതാണ്. EP ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച വിവാദത്തിൽ EP ജയരാജനെ LDF കൺവീനറായി എത്ര കാലം തുടരാൻ കഴിയും എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. അഡ്വക്കേറ്റ് ജയസൂര്യനിലേക്ക്. അഡ്വക്കേറ്റ് ജയസൂര്യൻ, ഈ ദല്ലാൽ നന്ദകുമാറിനെ പോലെ CPM വിശേഷിപ്പിക്കുന്ന ഒരു ഭൂലോക ഫ്രോഡുമായി ഈ ശോഭാ സുരേന്ദ്രൻ എന്താണ് ബന്ധം? ഈ ശോഭാ സുരേന്ദ്രന്റെ പാർട്ടിയിൽ പോലും നിലനിൽപ്പുണ്ടോ എന്ന് സംശയിച്ച കാലത്ത് ആ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും മഹാരാഷ്ട്ര ഗവർണറാക്കാനും ഒക്കെ EP ജയരാജനെ വിളിച്ചു എന്നൊക്കെ തള്ളിയാൽ ആ തള്ളൊക്കെ എങ്ങനെ കേരളം കേട്ടുകൊണ്ടിരിക്കും? അഡ്വക്കേറ്റ് ജയസൂര്യൻ, വാസ്തവവിരുദ്ധമായ കാര്യങ്ങളാണോ പുറത്തു വരുന്നത്? നിങ്ങളുടെ ഒരു ഓപ്പറേഷൻ താമര നീക്കം പാളുകയായിരുന്നോ ഈ പ്രഭാരിയുടെ വരവും അതിനുശേഷമുള്ള ചായ സൽക്കാരവും പിന്നീട് EP ജയരാജൻ മാന്യമായി ഗെറ്റ് ഔട്ട് അടിച്ചതും? ഓപ്പറേഷൻ താമര തുടരുക തന്നെ ചെയ്യും. അത് പാളിയോ ഇല്ലയോ എന്നുള്ളതൊക്കെ കാലമാണ് തീരുമാനിക്കേണ്ടത്. വിശ്വസിക്കാൻ പോലും പറ്റാത്ത പല കാര്യങ്ങളും സംഭവിക്കുമ്പോഴാണ് യാഥാർത്ഥ്യം എന്താണ് എന്ന് ബോധ്യമാവുക. ഒരു കാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്നില്ലല്ലോ പശ്ചിമ ബംഗാളിലെ പാർട്ടി, ത്രിപുരയിലെ പാർട്ടി ശൂന്യമായി പോകും എന്ന്. ഏതായാലും അതൊക്കെ സംഭവിച്ച ഇന്ത്യയിൽ കേരളത്തിൽ CPM അവശേഷിക്കുന്ന കാലത്ത് ഇതുപോലെയുള്ള നിരവധിയായ അത്ഭുതങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഏതായാലും മുങ്ങുന്ന കപ്പലിൽ നിന്ന് കരയിലേക്ക് നീന്തി വരുന്ന ആരെയും
കടലിലേക്ക് തന്നെ തള്ളിവിടാൻ BJP ഉദ്ദേശിക്കുന്നില്ല. അത് കോൺഗ്രസ് കപ്പലിൽ നിന്ന് വന്നാലും CPM കപ്പലിൽ നിന്ന് വന്നാലും അവരെയൊക്കെ കരയിലേക്ക് സ്വീകരിക്കുക എന്ന നിലപാടാണ് BJPക്കുള്ളത്. അതിനുവേണ്ടി ഏത് രീതിയിൽ ആരെയൊക്കെയാണ് രക്ഷപ്പെടുത്തേണ്ടത് എന്നുള്ള ശ്രദ്ധയും പരിഗണനയും BJP ചെയ്യുന്നുണ്ട്. അത് കോൺഗ്രസിന് നേരെയും എനിക്ക് മനസ്സിലായി. ഓപ്പറേഷൻ താമര എന്ന ഈ കുതിരക്കച്ചവടത്തിന്റെ പരിപാടി തുടരുമെന്നാണ് താങ്കൾ പറയുന്നത്. അതിനെ ഓപ്പറേഷൻ താമര എന്നോ ചാണക്യതന്ത്രമെന്നോ ഒക്കെ പേരിട്ട് വിളിച്ചാലും അടിസ്ഥാനമായത് ഈ പറയുന്ന കുതിരക്കച്ചവടം എന്ന് പറയുന്ന ഏർപ്പാടാണ്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ അഡ്വക്കേറ്റ് ജയസൂര്യൻ, നിങ്ങളുടെ കേരളത്തിലെ പ്രഭാരി ഒരു നേതാവിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാതെ പോയി ചായ കുടിക്കാൻ അദ്ദേഹത്തിന് വേണ്ടത്ര ആ രാഷ്ട്രീയമായിട്ടുള്ളൊരു തൊലിക്കെട്ടിയില്ലേ? ക്ഷണമില്ലാതെ ഒരാളുടെ വീട്ടിലേക്ക് പോവുക, അവിടെ പോയി ക്ഷണമില്ലാതെ ചായ കുടിക്കുക, ചായ കുടിക്കുന്നതിനോടൊപ്പം അദ്ദേഹം ആവശ്യപ്പെടാത്തതിന് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ രാഷ്ട്രീയം സംസാരിക്കേണ്ട എന്ന് പറയുക, പിന്നീട് അവിടെ നിന്ന് മടങ്ങിപ്പോരേണ്ടി വരിക. നിങ്ങളുടെ പ്രഭാരിയെക്കുറിച്ചാണ് പ്രജി പറഞ്ഞതൊക്കെ. അരുൺകുമാർ ഇവിടെ വെച്ച് കെട്ടിയ ആ വാക്കിനോട് എനിക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. കുതിര കച്ചവടം എന്നുള്ളത്. അപ്പോൾ BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒരാൾ പോയാൽ അത് കുതിര കച്ചവടമല്ല. BJPയിൽ നിന്ന് സമാജ്വാദി പാർട്ടിയിലേക്ക് ഒരു നേതാവ് പോയാൽ അത് കുതിര കച്ചവടമല്ല. BJPയിലേക്ക് CPMൽ നിന്നോ കോൺഗ്രസിൽ നിന്നോ ആരെങ്കിലും വന്നാൽ അത് കുതിര കച്ചവടമാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന അരുൺകുമാറിന്റെ നിലപാട് തീർച്ചയായും പക്ഷപാതപരമാണ്. ഒരു ആങ്കർക്കോ ഒരു ചാനലിനോ പറ്റിയ നിലപാടല്ല. ഞാൻ ഈ ചർച്ചയിൽ എവിടെയെങ്കിലും ഒരു മുന്നണിയിൽ നിന്ന് മറ്റൊരു മുന്നണിയിലേക്ക് ആള് പോകുന്നത് കുതിര കച്ചവടമല്ല എന്ന് പറഞ്ഞു. ഒരു മുന്നണിയിൽ നിന്ന് ജയിച്ച് ആ മുന്നണിയെ ഉപേക്ഷിച്ച് അഴിമതി ആരോപണം വരുമ്പോൾ EDയെ ഭയന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് പോയാൽ അത് കുതിര കച്ചവടം എന്ന് തന്നെ ഞാൻ വിളിക്കും. അതിന് അധികാരത്തിൽ BJP ഇരിക്കുമ്പോഴാണെങ്കിലും ശരി, അധികാരത്തിൽ കോൺഗ്രസ് ഇരിക്കുമ്പോഴാണെങ്കിലും ശരി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇരിക്കുമ്പോഴാണെങ്കിലും ശരി, അന്വേഷണത്തെ ഭയന്നോ പ്രലോഭനത്തിന് പിന്നാലെയോ ജയിപ്പിച്ചു വിട്ട പാർട്ടി ചിഹ്നത്തിൽ നിന്ന് മാറി ഒരാൾ കൂറുമാറുന്നുണ്ടെങ്കിൽ അതൊരു കുതിര കച്ചവടം തന്നെയാണ്. സംശയമൊന്നുമില്ല അഡ്വക്കേറ്റ് ജയസൂര്യൻ, എനിക്കതിനകത്തൊരു സംശയമില്ല. പക്ഷേ അരുണിന് അത് പറയാനുള്ള ധൈര്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് അന്വേഷണം ഭയന്നോ പ്രലോഭനം മൂലമോ ഏതെങ്കിലും ഒരു നേതാവ് ചേരുന്നുണ്ടെങ്കിൽ, തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം ചേരുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് കുതിര കച്ചവടമാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ. അതിൽ ആർക്കാ സംശയം? അല്ല, എന്റെ സംശയം ഇതാണ്. BJPയുടെ സിറ്റിംഗ് എം പിമാർ മറ്റു പാർട്ടിയിലേക്ക് പോകുമ്പോൾ അരുൺകുമാർ ഈ വാക്ക് ഉപയോഗിക്കാറില്ലല്ലോ, കുതിര കച്ചവടം എന്ന്. BJPയിലേക്ക് ആരെങ്കിലും വരുമ്പോൾ മാത്രമാണല്ലോ അത് കുതിര കച്ചവടമാകുന്നത്. ആ സംശയം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അത്രയേ ഉള്ളൂ എൻ്റെ അഭിപ്രായം. പിന്നെ ഈ രാജ്യത്തെ ഏത് പാർട്ടിയിൽ നിന്ന് ഏത് നേതാവ് BJPയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുവോ അവരുമായി കൂടിക്കാഴ്ച നടത്തുക എന്നുള്ളത് ഒരു പ്രഭാരിയുടെ, ഒരു BJP നേതാവിന്റെ ചുമതലയാണ്. അതിനുള്ള എല്ലാ സാധ്യതകളും എല്ലാ വഴികളും BJP നേതാക്കന്മാർ ചെയ്യും. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഫ്രോഡ് വഴി മാത്രമേ സാധ്യമാവുകയുള്ളൂ ജയസൂര്യൻ. ഏതെങ്കിലും ഒരു നട്ട് അഴിക്കണമെങ്കിൽ ആ നട്ടിന് പറ്റിയ സ്പാനർ വേണ്ട അരുൺകുമാർ ഉപയോഗിക്കാൻ. അങ്ങനെ ഉപയോഗിച്ചൊന്ന് മാത്രം കൂട്ടിയാൽ മതി. 10-10 ആ സ്പാനർ നല്ല സ്പാനറാ. ഈ സ്പാനർ ഉപയോഗിച്ച് അഴിക്കാൻ ശ്രമിച്ചിട്ട് ഒടുവിൽ കൈതെറ്റിയിട്ടാണ് ശോഭാ സുരേന്ദ്രന് 10 ലക്ഷം രൂപയുടെ ഒരു ആരോപണം നേരിടേണ്ടി വന്നത്. ആ സ്പാനറിൽ നിന്ന് ശോഭാ സുരേന്ദ്രൻ വാങ്ങിച്ച 10 ലക്ഷം തിരിച്ചു കൊടുത്തിട്ടില്ല അഡ്വക്കേറ്റ് ജയസൂര്യൻ. സ്പാനർ തിരിച്ചടിച്ചു. അല്ല, ഒന്നും തിരിച്ചടിക്കൊന്നുമില്ല. ഇതിപ്പോ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അരി അടുപ്പത്തിട്ടതേ ഉള്ളൂ, ചോറ് വേകട്ടെ, പാകമാകുമ്പോൾ വിളമ്പാം, അപ്പോൾ വിളിക്കാം. നമ്മളിപ്പോൾ ഒരറ്റം കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ. നമ്മൾ ആരെങ്കിലും വിചാരിച്ചോ EP ജയരാജൻ ഇങ്ങനെ ഒരു വാർത്ത സൃഷ്ടിക്കുമെന്ന്? നമ്മളാരും വിചാരിച്ചില്ലല്ലോ. ഇനി എന്തെല്ലാം കാണാൻ പോകുന്നു. ചായ കുടിച്ചു മടങ്ങുമ്പോ അദ്ദേഹം പറഞ്ഞില്ല അത് ഈ പറയുന്ന പ്രഭാരിയെ പ്രകാശ് ജാവദേക്കറിനെ ബുദ്ധിമുട്ടിക്കേണ്ട, അദ്ദേഹത്തെ അപമാനിക്കേണ്ടെന്ന കാര്യം അദ്ദേഹം പുറത്ത് പറയാഞ്ഞതായിക്കൂടെ? ആകാം, അത് അദ്ദേഹത്തിന്റെ ശൈലി, അങ്ങനെ ആവാം, ഒരു കുഴപ്പമില്ല. പക്ഷെ പുറത്തു വന്നല്ലോ കാര്യങ്ങൾ. അങ്ങനെ പുറത്തു വരുമ്പോൾ ഞങ്ങളുടെ സ്റ്റാൻഡാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ CPMനകത്ത് നിന്നും കോൺഗ്രസിനകത്ത് നിന്നും ഞങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും സമീപിക്കും. അതൊരു പാർട്ടി എടുക്കുന്ന നിലപാടാണ്. എനിക്ക് അക്കാര്യത്തിലൊന്നും യോജിപ്പില്ല. പക്ഷേ അഡ്വക്കേറ്റ് ജയസൂര്യൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞത്, നിങ്ങളോട് നിങ്ങൾ EP ജയരാജന് മുന്നിൽ വെച്ചിരിക്കുന്ന വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? 2 പ്രധാനപ്പെട്ട കേസുകൾ, മാസപ്പടി കേസാണെങ്കിലും ശരി, സ്വർണ്ണക്കടത്ത് കേസാണെങ്കിലും ശരി, ആ കേസുമായി ബന്ധപ്പെട്ടുള്ള മുന്നോട്ട് പോക്ക്
താൽക്കാലികമായി അവസാനിപ്പിക്കാം, പകരം തൃശ്ശൂർ തരിക, 2026 ആകുമ്പോഴേക്കും നിയമസഭയിൽ വീണ്ടും ഒരു വട്ടം കൂടി CPM-ന് നൽകാം. പകരം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? തൃശ്ശൂർ എന്ന് പറയുന്ന ഒരൊറ്റ കോൺസ്റ്റിറ്റ്യുവൻസി തന്നാൽ മതി എന്ന് പറഞ്ഞു എന്നാണ് ദല്ലാൽ നന്ദകുമാർ പറയുന്നത്, നിങ്ങളുടെ സ്പാനർ പറയുന്നത്. അപ്പോൾ സ്പാനർ പറയുന്ന ഇത് ഞങ്ങൾ വിശ്വസിക്കണോ, അതല്ല ബോൾട്ട് പറയുന്നത് വിശ്വസിക്കണോ? ഇതിൽ ആര് പറയുന്നതാണ് വിശ്വസിക്കേണ്ടത്? ദല്ലാൽ നന്ദകുമാറിന് അദ്ദേഹത്തിന്റെ വില മാത്രം കൊടുത്താൽ മതി. ദല്ലാൽ നന്ദകുമാർ ആരാണെന്ന് കേരള സമൂഹത്തിന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് അതിൽ കവിഞ്ഞ ഒരു വില കൽപ്പിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്ക് ആർക്കുമില്ല, അത്രയും ഞങ്ങൾ കരുതുന്നു. എന്നാൽ ഇത് CPM പാർട്ടിക്കകത്ത് നിൽക്കുന്ന ഒരു EP ജയരാജൻ മാത്രമല്ല, നിരവധി നേതാക്കന്മാരുണ്ട്. EP ജയരാജന്റെ ഒപ്പം തലപ്പൊക്കമുള്ളവരും അതിനേക്കാൾ തലപ്പൊക്കമുള്ളവരും അങ്ങനെയുള്ള സീനിയർ ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ തന്നെ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എങ്ങനെ BJP-യിൽ കയറിപ്പറ്റാം, അതിന് ഏതൊക്കെ വഴികൾ നോക്കാം എന്ന് തന്നെയാണ്. കാരണം ഇതൊക്കെ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലും കണ്ടതാണ്. ഇനി കേരളത്തിൽ അതിന്റെ തനിയാവർത്തനം വരാൻ പോകുന്നതിന്റെ വ്യക്തവും ശക്തവുമായ അദ്ദേഹം വന്നില്ല. ഇപ്പൊ EP ജയരാജനെ കണ്ണുവെച്ച് പോയി വിളിച്ചു, അദ്ദേഹം വന്നില്ല. അപ്പോൾ ഇതൊരു നാണക്കേട് കൂടിയല്ലേ? നിങ്ങൾ വിളിച്ച് കണ്ണുവയ്ക്കുന്ന നേതാക്കന്മാരാരും ഇടതുമുന്നണിയില്ലെന്ന് നിങ്ങൾക്കൊപ്പം വരുന്നില്ല എന്നുള്ളത് BJP-ക്ക് ഒരു വലിയ നാണക്കേടല്ലേ? ഒരാളെങ്കിലും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിച്ചോ ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ? ഏതെങ്കിലും ഒരു MLA, ഏതെങ്കിലും ഒരു ജില്ലാ കമ്മിറ്റി അംഗത്തെ, ഏതെങ്കിലും ഒരു ഏരിയ സെക്രട്ടറിയെ നിങ്ങൾക്ക് മറികണ്ഠം ചാടിച്ച് കൊണ്ടുപോകാൻ പറ്റിയോ? ഒറ്റ വെട്ടിന് വീഴുന്നതല്ലോ മരം. നമ്മളിപ്പോ ഇവിടെ കേരളത്തില് അൽഫോൺസ് കണ്ടന്താനത്തിനെ കണ്ടില്ലേ? നമ്മളിവിടെ എത്രയോ പേരെ കണ്ടു. അപ്പൊ EK നായനാർ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയായിരുന്ന ആള് BJP-യുടെ സ്ഥാനാർത്ഥിയാകുന്നത് നമ്മൾ കണ്ടില്ലേ? അതേപോലെ തന്നെ അബ്ദുള്ള കുട്ടിയെ കണ്ടില്ലേ? ഇവരൊക്കെ ഇടതുപക്ഷത്തുണ്ടായിരുന്നവരല്ലേ? അവരൊക്കെ BJP-യിൽ വന്നില്ലേ? അതുകൊണ്ട് ഇനിയും ഞങ്ങൾ ഈ വെട്ട് തുടങ്ങിക്കൊണ്ടിരിക്കും. ഒറ്റ വെട്ടിന് മരം വീഴുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിർബന്ധവും ഇല്ല. പക്ഷെ ഞങ്ങൾ മരം വെട്ടിക്കൊണ്ടിരിക്കും, മരം വീഴുന്നത് വരെ. ഈ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ഡീല് യഥാർത്ഥത്തിൽ BJP പാർട്ടി ഈ EP ജയരാജനുമായി ചർച്ച ചെയ്തിരുന്നു? അങ്ങനെ യാതൊരു ഡീലിന്റെയും ആവശ്യം BJP-ക്ക് ഇല്ല. അങ്ങനെ ഒരു ഡീല് നടത്താൻ മാത്രം വലിയ പാർട്ടിയൊന്നും അല്ല ഈ പറഞ്ഞ CPM. അത്ര വലിയ വിലയൊന്നും CPM-ന് ഞങ്ങളോട്ട് കൊടുത്തിട്ടുമില്ല. കാണുന്നില്ല. ലാവ്ലിൻ കേസിന്റെ കാര്യത്തിലാണെങ്കിൽ 38ാമത് നേരത്തെ ഇതേ ആക്ഷേപമായിരുന്നല്ലോ നമ്മൾ ഡൽഹി മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ. അദ്ദേഹത്തെ എന്താ തൊടാത്തത്? അദ്ദേഹം BJP-യുടെ B ടീം ആയതുകൊണ്ടല്ലേ, അദ്ദേഹം BJP-യുടെ തന്നെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായതുകൊണ്ടല്ലേ എന്നായിരുന്നല്ലോ. ഇപ്പൊ അദ്ദേഹത്തെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞപ്പോ അയ്യോ ജനാധിപത്യ ധ്വംസനം എന്ന് പറയുന്നില്ലേ? അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ നിലപാടുകൾ. അതായത് പിണറായി വിജയനെതിരെ ശക്തമായൊരു നടപടി എടുത്തു കഴിഞ്ഞാൽ അയ്യോ പിണറായി വിജയനെതിരെ ജനാധിപത്യ ധ്വംസനം എന്ന് പറയാനല്ലേ പോകുന്നത്. അതിന് നിയമത്തിൻ്റെതായ വഴികൾ, ആ വഴികൾ പോയി നിയമം ആ നടപടികൾ സമയത്ത് നിയമത്തിന്റെ വഴികളിലൂടെ പോകും, ശോഭാ സുരേന്ദ്രന്റെ വഴികളിലൂടെ പോകും, ദല്ലാൽ നന്ദകുമാറിന്റെ വഴികളിലൂടെ പോകും. ഈ വഴികളിലൂടെ പോകുമ്പോൾ പോകുന്ന വഴികളെല്ലാം അശുദ്ധമാണെന്നും അതിൽ സംശയങ്ങൾ ഉണ്ടെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. പ്രതിപക്ഷം ആരോപിച്ചോട്ടെ, ഈ ആരോപിക്കുന്നവരും നാളെ ഞങ്ങളുടെ കൂടെ വരാനുള്ളവരാണ്. അതുകൊണ്ട് ആ ആരോപണത്തിന് ആ വില മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ, അഡ്വക്കേറ്റ് പ്രിജി, ഈ ആത്മവിശ്വാസമാണ് BJP-ക്ക്. ഈ ആത്മവിശ്വാസവുമായിട്ടാണ് കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയായ പ്രകാശ് ജാവദേക്കർ ഈ പറയുന്ന EP ജയരാജനെ പോയി കാണുന്നത്. ആ കണ്ടുമുട്ടൽ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ വിശേഷിപ്പിച്ചതുപോലെ ഒരു ആകസ്മികമായ കണ്ടുമുട്ടലായിട്ടല്ല ഇപ്പോൾ ജയസൂര്യനും പറയുന്നത്. ക്ഷണിക്കാതെ വരുമോ എന്നൊരു ചോദ്യം കൂടി ആ ഘട്ടത്തിലുണ്ട് താനും. മാത്രമല്ല, ദല്ലാൽ നന്ദകുമാറുമായുള്ള കൂട്ടുകെട്ടിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് വിമർശനമുണ്ട്. എന്നാൽ പ്രകാശ് ജാവദേക്കറുമായി ഈ കൂടിക്കാഴ്ച നടത്തിയതിൽ ആ അർത്ഥത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിമർശിക്കുന്നതുമില്ല. അപ്പോഴാണ് VD സതീശൻ ചോദിച്ചതുപോലെ ഒരു ദൂതനായാണോ EP ജയരാജന്റെ ഈ കൂടിക്കാഴ്ചയിലെ ദൗത്യം? വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണേ. കേരളത്തിലെ BJP-ക്കാർ വിളിക്കാതെ പോകും. കാരണം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ സുരേഷ് ഗോപി. അവരുടെ തെരഞ്ഞെടുപ്പ് എന്തായാലും ഈ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി ഇങ്ങനെ നാട് നീളെയുള്ള വീടുകളിൽ ചെന്ന് ഭക്ഷണം ചോദിച്ചു മേടിച്ച് അവിടെ കയറിയിരുന്ന് കഴിക്കുന്ന സുരേഷ് ഗോപി എന്തായാലും കാണാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട കാഴ്ച എന്താ?
അവരുടെ എ ക്ലാസ് മണ്ഡലം അല്ലെങ്കിൽ ജയിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ സുരേഷ് ഗോപി നാട് നീളെ ക്ഷണിക്കാതെ വീടുകളിൽ ചെന്ന് എനിക്ക് ഭക്ഷണം തായോ എന്ന് വിളിച്ചത് നമ്മൾ കേട്ടില്ലേ? അതുകൊണ്ട് BJP-ക്കാർ അങ്ങനെ പോകും, വിളിക്കാത്ത സ്ഥലങ്ങളിൽ പോകും. ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്, ഈ ജയസൂര്യ പറഞ്ഞല്ലോ, ഇതൊരു വലിയ വൃക്ഷമാണ്, ഈ വൃക്ഷത്തിനെ ഞങ്ങൾ വെട്ടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ മുറിയാത്ത പിച്ചാത്തി കൊണ്ട് ജയസൂര്യയുടെ പാർട്ടിക്കാർക്ക് ഇങ്ങനെ വെട്ടിക്കൊണ്ടേയിരിക്കുമ്പോ എന്തായാലും ഈ വൻവൃക്ഷത്തിൽ നിന്ന് ഒരില പോലും പൊഴിഞ്ഞ് അങ്ങോട്ടേക്ക് ചെല്ലാൻ പോകുന്നില്ല. അതേസമയം ഇപ്പോ നിലംപൊത്തി കഴിഞ്ഞിട്ടുള്ള ഒരു വൻവൃക്ഷം ഉണ്ടായിരുന്നല്ലോ, ഇന്ത്യയിലെ വൻവൃക്ഷം, പപ്പുമാരുള്ള, കിങ്ങിണിക്കുട്ടന്മാരുള്ള, കിടറേഷുമാരുള്ള വൻവൃക്ഷം, തക്കുടുവാവന്മാരുള്ള വൻവൃക്ഷം, ആ വൃക്ഷത്തിൽ നിന്ന് ഒരു പട്ടി പോലും, എന്റെ പട്ടി പോലും ചെല്ലില്ല എന്ന് KPCC പ്രസിഡന്റ് പറഞ്ഞു എന്നാണ് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ പറയുന്നത്. ശരിയാണ്, KPCC പ്രസിഡന്റിന്റെ പട്ടി പോയില്ല, പക്ഷേ KPCC പ്രസിഡന്റിന്റെ PA പോയി, മനോജ് പോയി 4 ദിവസം മുമ്പ്. പട്ടിക്കുള്ള ആ ഒരു തിരിച്ചറിവ് പോലും KPCC പ്രസിഡന്റിന്റെ PAക്ക് ഉണ്ടായിരുന്നില്ല. അതാണ് കേരളത്തിലെ കോൺഗ്രസ്, ഇന്ത്യയിലെ കോൺഗ്രസ്. ഒന്നാലോചിച്ച് നോമിനേഷൻ കൊടുത്ത ആളുൾപ്പെടെ, എന്തിന് ഡമ്മി സ്ഥാനാർത്ഥി ഉൾപ്പെടെ. അരുണെ, K. സുധാകരന്റെ ഏത് പിയാ പോയത്? K. സുധാകരന്റെ പിയാണോ മനോജ്? ആ PA മനോജ് എന്നാണ്. കൈരളി ചാനലിലടക്കം കേരളത്തിലെ പ്രധാനപ്പെട്ട പൊതുസമൂഹത്തിൽ പബ്ലിക് ഡൊമൈനിലുള്ള വാർത്തയാണ് കൈരളി ചാനൽ PA പോയതിനെ സംബന്ധിച്ച് കൈരളി ചാനൽ വാർത്ത കൊടുത്തല്ലോ. എന്തേ നിങ്ങൾ കൈരളി ചാനലിനെതിരെ കേസ് കൊടുക്കാത്തത്? അങ്ങനെ ഒരാൾ പോയിട്ടില്ലെങ്കിൽ, ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. എന്തേ നിങ്ങൾ കേസ് കൊടുക്കാത്തത്? എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല? അങ്ങനെ ഒരു വ്യാജ വാർത്ത കൈരളി ചാനൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് KPCC ഒരുപാട് BJP വിരോധം പറയല്ലേ? ആളുകൾക്ക് ചിരി വരും. അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ രാജീവ് ചന്ദ്രശേഖറുമായി ഒഴിവാക്കാൻ പറ. നിങ്ങളല്ലേ ബിസിനസ് കച്ചവടം നടത്തുന്നത്? നിങ്ങളല്ലേ പാർട്ണർഷിപ്പ്? വീട്ടിൽ അങ്ങനെ റിജിൽ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ജയരാജന്റെ ഭാര്യയ്ക്കും കുടുംബത്തിനും ഈ നിരാമയുമായിട്ടുള്ള ബന്ധം കേന്ദ്രമന്ത്രിയുമായി കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് ബിസിനസ് ബന്ധമാണ്. നിങ്ങൾ ഒരു ഭാഗത്ത് ഈ ഓപ്പറേഷൻ ലോട്ടസിനെ കുറിച്ച് ഇതേ കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ മികച്ചവരാണ് കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ പ്രജി? ഇതേ കേന്ദ്ര കമ്മിറ്റി അംഗമല്ലേ BJP സാക്ഷ്യപ്പെടുത്തിയത് കേരളത്തിൽ? കേന്ദ്ര കമ്മിറ്റി അംഗം പറഞ്ഞത് അല്ല അരുണ, എനിക്ക് ഈ റിജിൽ കടന്ന് വെറുതെ ബഹളം വെച്ചോണ്ടിരിക്കും. അല്ലല്ല പ്രജി, വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. നിരാമയുമായുള്ള ബന്ധമുള്ളത് CPB തെരഞ്ഞെടുപ്പിൽ മുഖ്യ എതിരാളികളെ കാണാത്ത BJP സ്ഥാനാർത്ഥികൾ കരുത്തരാണെന്ന് പറയുന്നു. നമ്പർ 3 ഈ പ്രഭാരിയുടെ വീട്ടിൽ, അല്ലെങ്കിൽ പ്രഭാരി സ്വന്തം വീട്ടിലേക്ക് വന്നത് പാർട്ടി ഘടകത്തിൽ നിന്ന് മറച്ചുവെച്ച് തെരഞ്ഞെടുപ്പ് ദിവസം അത് വെളിപ്പെടുത്തി പാർട്ടിയെ വെട്ടിലാക്കുന്നു. ഈ 3 കാര്യങ്ങൾ പോരെ? CPM ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലായിരിക്കുന്നു EP ജയരാജൻ കാരണം. അത് സമ്മതിച്ചൂടെ? ഇല്ലില്ല, ആരോട് വിചാരിക്കുന്ന പോലെ അങ്ങനെ പ്രതിസന്ധിയിലാകുന്ന പാർട്ടിയൊന്നും അല്ലല്ലോ CPM-നെ സംബന്ധിച്ചിടത്തോളം CPM-ന്റെ ഏത് നിലയിലുള്ള നേതാക്കന്മാർ പാർട്ടിയുടെ അച്ചടക്കത്തിന് വിധേയരായി പ്രവർത്തിക്കേണ്ടവരാണ്. ആ അച്ചടക്കത്തിന് വിധേയരായി പ്രവർത്തിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും പാർട്ടി പരിശോധിക്കും. അല്ലാതെ എനിക്ക് തോന്നിയാൽ ഞാൻ BJP-യിൽ പോകും എന്ന് പറയുന്ന ആളിനെ പിടിച്ച് KPCC പ്രസിഡന്റ് രാധാകൃഷ്ണന്റെ ഫോട്ടോ ഒരു നടപടി
വീട്ടിൽ ഒരു പ്രഭാരിയും വന്നിട്ടില്ല. ഇ.പി. ജയരാജനെ ഭയക്കുന്നു പിണറായി വിജയനും CPM ആരോപണം. അല്ല, ഈ റിജിൽ മാക്കുറ്റി അരുണിനെ സംസാരിക്കാൻ സമ്മതിക്കൂ? അതാണ് ഇപ്പൊ എന്റെ സംശയം. അരുൺ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയാം. ഈ റിജിൽ മാക്കുറ്റി ബഹളം വെക്കുന്നതുകൊണ്ട് അരുണിന്റെ ചോദ്യം എനിക്ക് നേരെ ചൊവ്വയെ കേൾക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അതുകൊണ്ടാണല്ലോ, അങ്ങനെയുള്ള പാർട്ടി ആയതുകൊണ്ടാണല്ലോ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി ദെൻ ആൻഡ് ദേർ അല്ലേ അതിന് ഉത്തരം പറഞ്ഞത്. ഇ.പി. ജയരാജന്റെ ഈ നടപടികളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി വളരെ കരുത്തുറ്റ, വളരെ കൃത്യമായ ഒരു ഉത്തരം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിലേക്ക് അപ്പൊ തന്നെ പറഞ്ഞല്ലോ. അതിനപ്പുറത്തേക്ക് പാർട്ടി പരിശോധിക്കും. ഇനി വ്യക്തമാണ്. താങ്കൾ സൂചിപ്പിച്ച ആ പാർട്ടിയുടെ സംഘടനാപരമായ റിജിൽ മാക്കുറ്റി, ഞാൻ മനസ്സിലാക്കുന്നത് 2009 മുതൽ 2014 വരെ ഡൽഹി കേന്ദ്രീകരിച്ച് സുധാകരൻ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ PA ആയിരുന്നു ഈ VK മനോജ് കുമാർ എന്നുള്ളതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ അത് വസ്തുതയല്ലേ? ഞാൻ പറയട്ടെ, പട്ടി പോയില്ലെങ്കിലും പണ്ടുണ്ടായിരുന്ന PA പോയില്ലേ? ഡൽഹിയുമായി അതാണല്ലോ ഇതിനകത്തെ വസ്തുത. കേരളത്തിൽ BJP-കാരന്റെ ബൈഠക്കിന് കാവൽ നിൽക്കുന്ന KPCC പ്രസിഡന്റിന്റെ PA പോയെന്ന് തന്നെയാണ് വാർത്ത. ശരി, അപ്പൊ ആ വാർത്ത വസ്തുത ശരിയല്ലേ? എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ വാർത്ത ശരിയല്ല എന്ന് കേന്ദ്രമന്ത്രിയായ BJP നേതാവുമായി LDF-ന്റെ കൺവീനർ ഇപ്പോഴും ബിസിനസ് ബന്ധം നടത്തി ഒന്നിച്ച് കച്ചവടം നടത്തുന്ന നാണം കെട്ടോമാരെ നിങ്ങൾ ഞങ്ങൾക്കെതിരെ പറയണോ? ബിസിനസ് ബന്ധം അതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാവുന്നേ. അതൊക്കെ ഞങ്ങളുടെ പാർട്ടി ചർച്ച ചെയ്യും. രാജീവ് ചന്ദ്രശേഖരന്റെ വേണ്ട തീരുമാനങ്ങൾ സംഘടനാപരമായി തീരുമാനമെടുക്കും. ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ അതിഗൗരവമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം 2023 BJP എങ്ങനെയാണെന്ന് LDF കൺവീനറെ BJP-യിലേക്ക് കൊണ്ടുപോകുന്നത്? BJP ശോഭാ സുരേന്ദ്രനെ 2023 എന്ന് പറഞ്ഞ കണ്ണീരും കയ്യുമായി മൂക്കള പിഴിഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ ഇരുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ. ആ ശോഭാ സുരേന്ദ്രനെ സമീപിച്ചാണോ LDF-ന്റെ കൺവീനർ BJP-യിലേക്ക് എന്ത് ബൗദ്ധ്യമാണ് ആ നിലപാട്? ഈ നാട്ടിനകത്ത് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. ആ E.P. ജയരാജനും ചെയ്യേണ്ടത് കോൺഗ്രസുകാരുടെ ഒരു ലിസ്റ്റ് എടുക്കണം. അഖിലേന്ത്യാ അടിസ്ഥാനത്തിലും കേരളത്തിലും കോൺഗ്രസുകാരുടെ ഒരു ലിസ്റ്റ് എടുക്കണം. BJP-യിൽ പോയ കോൺഗ്രസ്, BJP പോകാൻ വെമ്പുന്ന കോൺഗ്രസ്, BJP-യിൽ പോകാൻ നിൽക്കുന്ന പപ്പുമാരുടെ കോൺഗ്രസ്, BJP-യിൽ പോകാൻ നിൽക്കുന്ന തക്കുടുവാവന്മാരുടെ കോൺഗ്രസ്, BJP-യിൽ പോകാൻ നിൽക്കുന്ന പോത്തുവെട്ടികളുടെ കോൺഗ്രസ്, ഇതെല്ലാം ലിസ്റ്റ് ഉണ്ടാക്കണം. ആദ്യം അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കേണ്ട മടങ്ങി വരാം. മറ്റുള്ള പ്രയോഗങ്ങളിലേക്ക് നമുക്ക് അതിഥികൾക്ക് പോകാൻ കഴിയില്ല. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് വീണ്ടും. ജയസൂര്യൻ, ഈ ഇ.പി. ജയരാജനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കു ശേഷം നിങ്ങൾ ഇ.പി. ജയരാജനെ BJP-യിലേക്ക് കൊണ്ടുപോകാനാണ് ശ്രമിച്ചതെങ്കിൽ എന്തിനാണ് ഇ.പി. ജയരാജനെ നിങ്ങൾ BJP-യിലേക്ക് കൊണ്ടുപോകുന്നത്? വിവാദ വ്യവസായികളുമായിട്ടുള്ള ബന്ധം മൂലം ഈ രാഷ്ട്രീയത്തിൽ നിങ്ങൾ തന്നെ തള്ളിപ്പറഞ്ഞ ആളാണ് ഇ.പി. ജയരാജൻ. ബന്ധു നിയമനം നടത്തുന്ന സമയത്ത് നിങ്ങളുടെ തന്നെ നേതാക്കൾ ശക്തമായിട്ട് വിമർശിച്ചയാളാണ് ഇ.പി. ജയരാജൻ. അപ്പോൾ ബന്ധു നിയമനം നടത്തുന്ന വിവാദ വ്യവസായികളുമായിട്ട് കൂട്ടുകൂടുന്ന ഇ.പി. ജയരാജനെ BJP-ക്ക് എന്തിനാണ് അഡ്വക്കേറ്റ് ജയസൂര്യൻ? BJP-യിലേക്ക് നമ്മൾ ആരെ സ്വീകരിക്കുമ്പോഴും അവർ BJP-യുടെ നയവും പരിപാടികളും സംസ്കാരവും അംഗീകരിക്കുന്നു എങ്കിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതല്ലാതെ അതിന് മുമ്പുള്ള നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള ഒരു വ്യക്തിയെയും BJP-യിലേക്ക് നമ്മൾ എടുക്കുന്നില്ല. അത് BJP-യുടെ നിലപാട് തന്നെയാണ്. അതായത് ഇതുവരെയുള്ള എല്ലാ രാഷ്ട്രീയ നിലപാടുകളെയും അവസാനിപ്പിച്ചുകൊണ്ട് തള്ളിപ്പറഞ്ഞുകൊണ്ട് BJP-യുടെ നയപരിപാടികൾ അംഗീകരിക്കുന്നവരെ മാത്രമേ BJP-യിലേക്ക് സ്വീകരിക്കുകയുള്ളൂ. അത് ഏത് പാർട്ടിയിൽ നിന്നാണെങ്കിലും ഏത് നേതാവ് തന്നെയാണ് എങ്കിലും. അതുകൊണ്ട് അക്കാര്യത്തിൽ ഏതൊരാൾ BJP-യിലേക്ക് വരുമ്പോഴും കൃത്യമായിട്ടുള്ള നിബന്ധനകൾ വെച്ചുകൊണ്ട് വ്യക്തമായി അവരോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ അതായത് ഞാൻ വ്യക്തമായി പറഞ്ഞല്ലോ, നിലവിലുള്ള പാർട്ടിയുടെ സംസ്കാരം ഉപേക്ഷിച്ചുകൊണ്ടും ആ പാർട്ടിയുടെ നയപരിപാടികളും നിലപാടുകളും ഉപേക്ഷിച്ചുകൊണ്ടും BJP-യുടെ നയപരിപാടികൾ അംഗീകരിച്ചുകൊണ്ട് കടന്നു വരാൻ കഴിയുന്ന ആൾക്കാരെ മാത്രമേ സ്വീകരിക്കൂ. അങ്ങനെ വരുന്ന ആരെയും സ്വീകരിക്കുകയും ചെയ്യും.
അതാണ് BJPയുടെ നിലപാട്. പക്ഷേ അത് തന്നെയാണ് ഇ.പി. ജയരാജന്റെ CPM ൽ കാര്യത്തിൽ നിന്ന് ഇത് വരുന്ന, പാളി. കോൺഗ്രസിൽ ഇ.പി. നിന്ന് വരുന്ന ജയരാജൻ എല്ലാ നേതാക്കന്മാരോടും വന്നില്ലെന്ന് BJP മാത്രവുമല്ല പുലർത്തുന്നതായ വിവാദമായപ്പോൾ നിലപാട്. ഇ.പി. ജയരാജൻ തുറന്നു പറയുന്നു, രാഷ്ട്രീയ സംസാരിക്കാൻ ഞാൻ നിന്നു കൊടുത്തില്ല ഈ പ്രഭാരിയോട് എന്ന് പറയുന്നു. ഒരു നാണക്കേടല്ലേ അഡ്വക്കേറ്റ് ജയസൂര്യൻ? ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കേണ്ടത് ശ്രീ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവദേക്കർജി പ്രകാശ് ഇതിനപ്പുറം പറഞ്ഞിട്ടില്ല. പ്രകാശ് ജാവദേക്കർ പറഞ്ഞത് ഞാൻ പോയി കണ്ടു എന്നുള്ളത് സത്യമാണ് എന്നതിനും അപ്പുറത്തേക്ക് പ്രകാശ് ജാവദേക്കർ ഒന്നും പറഞ്ഞില്ല. പാളിപ്പോയ ഓപ്പറേഷൻ ദൗത്യത്തിന്റെ ചമ്മലിലാണോ പ്രകാശ് ജാവദേക്കർ? ഒരിക്കലുമല്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, പ്രകാശ് ജാവദേക്കർ എങ്ങും പോയിട്ടില്ല, കേരളത്തിന്റെ പ്രഭാരി തന്നെയാണ്. അദ്ദേഹം അധികം താമസിക്കാതെ കേരളത്തിലെത്തും. അപ്പോൾ അദ്ദേഹം തന്നെ ഈ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി വിശദമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട സ്പാനർ നിങ്ങൾക്ക് തിരയാമായിരുന്നു ജയസൂര്യൻ. ഈ നന്ദകുമാറിനെ പോലെയുള്ള ഈ ശോഭാ സുരേന്ദ്രനെയൊക്കെ 10 ലക്ഷം രൂപ കൊടുത്ത് പറ്റിക്കുന്ന അല്ലെങ്കിൽ വാങ്ങി പറ്റിക്കുന്ന ഒരു സ്പാനറുമായിട്ട് എത്ര കാലം നിങ്ങൾക്ക് നടക്കാൻ പറ്റും ജയസൂര്യൻ? മികച്ച സ്പാനർ കിട്ടില്ലേ കേരളത്തിൽ? തീർച്ചയായിട്ടും കിട്ടും. അത് ആ സമയത്ത് കാണുകയും ചെയ്യാം. നിങ്ങൾ എത്ര സ്പാനർ കൊണ്ടുപോയി? ആ സ്പാനറെല്ലാം കൈവച്ചിടത്തെല്ലാം ഒടിഞ്ഞു പോയല്ലോ. പത്മജ വേണുഗോപാൽ എന്നൊരു സ്പാനർ നിങ്ങൾ കൊണ്ടുപോയി, ഒരു നട്ടും അഴിക്കാൻ പറ്റിയില്ല. കെ മുരളീധരൻ വളരെ ശക്തമായിട്ടുള്ള സ്ഥാനാർത്ഥിയായി തൃശ്ശൂരിൽ തുടർന്നു. നിങ്ങൾ സതീഷ് തമ്പാനെ കൊണ്ടുപോയി, ആ സ്പാനർ ഏറ്റില്ല. നിങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് നിങ്ങൾ ചിലർ നടത്തിക്കൊണ്ടുപോയി, അത് ഏറ്റില്ല. ഒടുവിൽ ഈ മനോജ് കുമാറിനെ കൊണ്ടുപോകുന്നു. സ്പാനറുകൾ 2ഉം 2ഉം 3ഉം 4ഉം 10ഉം 10ഉം ഒക്കെ കൊണ്ടുപോകുന്നു. പക്ഷെ ഒന്നും നടക്കുന്നില്ല, ഒരു ബോൾട്ട് വഴിയുന്നില്ല. ഈ സ്പാനർ ഇരുന്ന് കയ്യിലിരുന്ന് തെന്നുന്നതല്ലാതെ. ഒരിക്കലുമല്ല. അബ്ദുള്ളക്കുട്ടിയും അൽഫോൺസ് കണ്ണന്താനവും അമ്പാടി വിശ്വവും ഒക്കെ BJPയുടെ ഭാഗത്ത് ചേർന്നു എന്നുള്ളത് കേരളത്തിന് പുറത്ത് ഒരു കൺഫ്യൂഷനും ഇല്ല. ഇലക്ഷന്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ കൂട്ടമായിട്ട് ഒഴുകിയെത്തുന്നത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഒരു മാസം കൂടി കാത്തിരുന്നാൽ ശ്രീ അരുണെ, ഞാൻ നേരത്തെ നിങ്ങൾ ചോദിച്ചപ്പോൾ എൻ്റെ ഇടയിൽ കയറി അദ്ദേഹം ഇടപെട്ടെന്ന് എനിക്ക് പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ല. BJPക്കാർ ഇവിടെ അഴിമതിക്കാരെന്ന് പറയും, മോദിയുടെ വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി അലക്കി വിളിപ്പിച്ച് കുറേ ആളുകളെ കൊണ്ടുപോകുന്നുണ്ട്. അതൊന്നും കേരളത്തിൽ ഏശാനും പോകുന്നില്ല. കേരളത്തിൽ BJP വട്ടപൂജ്യത്തിൽ നിന്ന് വട്ടപൂജ്യമായിരിക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഒന്നും സംഭവിക്കാനും പോകുന്നില്ല. എന്ത് സ്പാനർ എടുത്ത് വന്നാലും ഒരു കോൺഗ്രസിൻ്റെ അടിത്തറ തകർക്കാനോ കോൺഗ്രസിന് ആരെങ്കിലും ജനകീയമായി ആരെങ്കിലും ഇവർ കൊണ്ടുപോകാനോ ഇവർക്ക് സാധിക്കില്ല എന്നുള്ള സത്യമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. BJP എന്ന് പറയുന്ന BJPയുടെ പ്രഭാരിയായ ആളാണ് ഇ.പി. ജയരാജന്റെ വീട്ടിൽ പോയത്. എന്നിട്ടും നമ്മുടെ ദല്ലാളിനെ കുറിച്ച് മാത്രമാണ് പാവി എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ആ പാവി എന്ന പേര് ഈ ദല്ലാളിനെതിരെ ഈ BJP നേതാവിനെതിരെ ഉന്നയിക്കാനുള്ള ആ ശക്തി ഇല്ലാത്തത് എന്താ? എന്താ BJPക്കെതിരെ കടുത്ത ആരോപണം പറയാൻ ശക്തി ഇല്ലാത്തത്? പിണറായി വിജയനെ രക്ഷിക്കാനുള്ള പല തീരുമാനങ്ങളും എടുത്തത് ഇ.പി. ജയരാജനാണ്. ആ ബന്ധമാണ് ഇ.പി. ജയരാജൻ BJPയും അടുക്കുകയും ഈ രാജീവ് ചന്ദ്രശേഖരവുമായിട്ടുള്ള ഇന്നും ബിസിനസ് ബന്ധം ഉണ്ടാക്കുകയും ചെയ്തത്. ബിസിനസ് ബന്ധം ഉണ്ടാക്കുകയും ചെയ്തത് മാത്രമല്ല, അധികാരത്തിന്റെ സമയത്ത് അഴിമതി നടത്തി കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയും നേതാക്കന്മാർ ഉണ്ടാക്കി. ആ അഴിമതി പണം സംരക്ഷിക്കാൻ BJPയിലേക്ക് പോകാൻ ഒരു മടിയില്ലാതെ ന്യൂനപക്ഷങ്ങളെയും പറഞ്ഞു പേടിപ്പിച്ച് BJP നാണകെട്ടവരാണ് ഈ കേരളത്തിൽ CPM എന്ന് ഈ നാട് തിരിച്ചറിയുമ്പോഴാണ്. പങ്കുകച്ചവടം പറ്റുന്ന BJP അച്ചാരം പറ്റുന്ന BJPയിൽ നിന്ന് ബിസിനസ് ലാഭം പറ്റുന്ന BJPയുമായി ഒന്നിച്ചു നിൽക്കുന്ന നാണംകെട്ട നേതാക്കന്മാരാണ് CPM നേതാക്കന്മാരെന്ന് ഇ.പി. ജയരാജന്റെ ആ വിഷയത്തെ സംബന്ധിച്ച് ചുരുക്കൂ. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ പ്രതികരണം പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരു സൂക്ഷ്മതക്കുറവ് ഒരു കൃത്യമായ പ്രതികരണം പറഞ്ഞില്ല. BJP പേടിയാണ്. ആ സൂക്ഷ്മതക്കുറവിനെ CPM പരിശോധിക്കും, സംഘടനാപരമായി പരിശോധിക്കും. BJPയുടെ പിടിയാളായി പിണറായി വിജയൻ അവതരിപ്പിച്ചിരിക്കുക. ഒറ്റ ചോദ്യം ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം പ്രജി. പാപിക്കൊപ്പം ചേർന്ന് ശിവനും പാപിയായെങ്കിൽ പാപിയായ ശിവനെ ഇനി LDF കൺവീനറായി തുടരുക സാധ്യമാണോ എന്നൊരു രാഷ്ട്രീയ ചോദ്യമുണ്ട്.
അങ്ങനെയല്ല, പാവങ്ങൾ എല്ലാം പൊറുക്കാൻ പറ്റുന്ന പാവങ്ങളാണെങ്കിൽ അത് പൊറുക്കുക തന്നെ ചെയ്യും. പൊറുക്കാൻ പറ്റാത്തതാണെങ്കിൽ ആ തരത്തിലുള്ള നടപടികളിലേക്ക് പോകും. ആ തരത്തിലുള്ള ചരിത്രമാണല്ലോ CPM-നുള്ളത്. അത് ഞാൻ പറയാതെ തന്നെ ഡോക്ടർ ചർച്ചയിലൊപ്പം ചേർന്നതിന് വലിയ ചർച്ചകൾ വരാൻ പോകുന്നു. തിങ്കളാഴ്ച CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റാണ് ഈ വിഷയം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുമെന്നാണ് TM തോമസ് ഐസക് ഇന്ന് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയം ആഴമേറിയ ചർച്ചകൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു.